ഇനി നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് ഈസിയാണ്, നമ്മൾ വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകണം നമ്മുടെ ഫോട്ടോ ലൈബ്രറി. അതായത് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സിസ്റ്റത്തിലെ ഫോട്ടോസ് എങ്ങനെ ആക്സസ് ചെയ്ത് ആഡ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഞാനിപ്പോൾ ഈ സെലക്ട് ചെയ്തേക്കുന്ന പിക്ചറിനെ ഡ്രാഗ് ചെയ്ത് ജസ്റ്റ് നമ്മളുടെ ടൈം ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോവാം. സിമ്പിളാണ്, ആഡായി. ഇതൊരു കണക്റ്റഡ് പിക്ചറായിട്ടാണ് ഇപ്പോൾ ഇവിടെ ആഡ് ആയേക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ പിക്ചർ ഡയറക്റ്റ്ലി ടൈം ലൈനിലോട്ട് ആഡ് ചെയ്യാനും നമ്മൾ ഷോർട്ട് കട്ട് കീ ഒക്കെ പഠിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ വിധത്തിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. പിക്ചറിൻ്റെ കാര്യത്തിൽ ഒരേ ഒരു കാര്യം ഇൻഫർമേറ്റീവായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ ഡ്യൂറേഷനാണ്. ഡിഫോൾട്ടായിട്ട് നമ്മളൊരു പിക്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആയിരിക്കും. എങ്ങനെ അറിയാം? കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ടൈം കാണിക്കുന്നുണ്ട്. ഞാൻ ഇനി കമാൻഡ് Z അടിച്ചതെല്ലാം അൺഡു ചെയ്യുവാണ്. പിക്ചറിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് കാണിക്കാം. നമുക്ക് സാധാരണ നമ്മളുടെ FCPക്കകത്തെ ഒരു വീഡിയോയ്ക്കകത്തുനിന്ന് ഒരു ഇമേജ്, വീഡിയോ ആണ് പക്ഷേ അതിനെ ഒന്ന് പോസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്യണമെന്ന് വെച്ചോ. അതായത് നമ്മൾ സ്നാപ്ഷോട്ടൊക്കെ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന പോലെ. ഇപ്പോൾ ഇതൊരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ഒരു പർട്ടിക്കുലർ പോർഷൻ വരുമ്പോൾ, ഈ പോർഷൻ വരുമ്പോൾ എനിക്കിതിൻ്റെ ഒരു ഇമേജ് ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചോ. നമുക്കത് FCP ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണം? നിങ്ങൾ ഓപ്ഷൻ F പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു സ്നാപ്ഷോട്ട്, ഫ്രീസിങ് ഇമേജ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇമേജ് ഫ്രീസ് ചെയ്തിട്ട് 4 സെക്കൻഡ്സ് ഡ്യൂറേഷനിൽ അത് നമുക്കവിടെ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഈ മൂവി പ്ലേ ചെയ്യുവാണ്, നിങ്ങൾ കണ്ടോ. ആ മൂവി പ്ലേ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ആ സ്നാപ്ഷോട്ടിൽ കൂടെയാണ് ടൈം ലൈനിൽ കൂടെ പോണത് നമ്മളുടെ പ്ലേ ഹെഡ്. അപ്പം നമ്മൾ ടൈം ലൈനിൽ നിന്നുകൊണ്ട് മൂവി പ്ലേ ചെയ്യുന്നതിനിടയ്ക്ക് ഓപ്ഷൻ F പ്രസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊരു ഫ്രീസ് ഇമേജ് ഉണ്ടായത്. ഇനി ബ്രൗസറിൽ നിന്നും ഇത് ചെയ്യാൻ പറ്റും. ബ്രൗസറിൽ നിങ്ങളൊരു വ്യൂ ചെയ്യുന്നു, നിങ്ങൾക്കൊരു സ്നാപ്ഷോട്ട് ഉണ്ടാക്കണമെങ്കിൽ പൊസിഷൻ വയ്ക്കുക, എന്നിട്ട് ഓപ്ഷൻ F പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് കണക്റ്റഡ് ക്ലിപ്പായിട്ട് ടൈം ലൈനിൽ ആഡ് ചെയ്യും. അതാണ് അതിൻ്റെ വ്യത്യാസം. ബ്രൗസറിൽ നിന്ന് നിങ്ങൾ വ്യൂ ചെയ്യുമ്പോൾ സ്നാപ്ഷോട്ട് എടുക്കണമെന്ന് വെച്ചാൽ ഓപ്ഷൻ F പ്രസ് ചെയ്യാം, അത് കണക്റ്റഡ് ക്ലിപ്പായിട്ട് വരും. പക്ഷേ നിങ്ങൾ ടൈം ലൈനിലാണ് നിങ്ങളുടെ പ്ലേ ഹെഡ് ഇരിക്കുന്നതെങ്കിൽ ടൈം ലൈനിനുള്ളിൽ തന്നെ ഒരു സ്നാപ്ഷോട്ട്, അല്ലെങ്കിൽ ടെക്നിക്കലി അതിനെ വിളിക്കുന്ന പേര് ഫ്രീസ് ഇമേജ് എന്നാണ്, അത് ക്രിയേറ്റ് ആവും. അപ്പം നിങ്ങൾ ഇമേജ് ആഡ് ചെയ്യാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇമേജും ലേഡ് ഇമേജൊക്കെ നിങ്ങൾക്ക് FCPയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ പഠിച്ച ഒരു പ്രധാന സംഗതി, ടൈം ലൈനിൽ നിന്നുകൊണ്ട് ഓപ്ഷൻ F പ്രസ് ചെയ്താൽ ടൈം ലൈനിൽ ഒരു ഫ്രീസ് ഇമേജ് ക്രിയേറ്റ് ആവും. ഇനി ഇതേ സംഗതി നിങ്ങൾ ബ്രൗസറിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ബ്രൗസറിൽ ഓപ്ഷൻ F പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റഡ് ക്ലിപ്പായിട്ടൊരു ഇമേജ് ക്രിയേറ്റ് ആവും.